കണ്ടില്ലേ ഇവരുടെ കളികൾ? ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. വിശ്വാസം, അങ്ങേയറ്റം വിശ്വാസം, അങ്ങേയറ്റത്തെ ഭക്തി എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഇവരുടെ ഈ അഷ്ടബരി തീരുമ്പോൾ ഇവർ വെള്ളത്തിൽ മറിഞ്ഞ് കളിച്ച് ആ വെള്ളം ഒന്ന് ശരീരത്തിൽ തൊടണം. അത് ഭയങ്കര ഒരു... ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അഷ്ടബരിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ അഷ്ടബരി കണ്ടല്ലോ വീഡിയോ. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ വെച്ചിട്ടുള്ള കീർത്തനം വായിക്കലും ഇന്ന് നഗര സങ്കീർത്തനമാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമം ഫുള്ള് ഇങ്ങനെ കൃഷ്ണനെ കൊണ്ടുപോയിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടുള്ള, ഭഗവാന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടുള്ള കീർത്തനം വായിക്കലാണ്. അപ്പോൾ രാവിലെ 2-3 ദിവസമായിട്ട് രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേക്കലൊക്കെ ആയിട്ട് സൗണ്ട് തീരെയില്ല, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 4 മണിക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിലെ പരിപാടികളാണല്ലോ, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകണം, അത് ഇത് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഒഡീഷയിലെ നഗര സങ്കീർത്തനത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത വീഡിയോ കാണണം, നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ പൂരമൊക്കെ കഴിഞ്ഞ് ഇന്ന് അതിനേക്കാൾ വലിയൊരു പൂരമാണ്. കാരണം ഇന്ന് നഗര സങ്കീർത്തനമാണ്. ഇന്നലെ മണ്ഡപത്തിൻ്റെ ചുറ്റും വിഗ്രഹം വെച്ച് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നഗരം ഫുള്ള് ആ വിഗ്രഹം എടുത്തു പോയി ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ വെച്ച്, അപ്പോൾ ആ കൃഷ്ണൻ എല്ലാവരുടെയും വീട്ടിലേക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഈ ഗ്രാമം മുഴുവൻ ഇപ്പോൾ 200 വീടുണ്ട്, ആ 200 വീടിൻ്റെയും ഫ്രണ്ട് കൂടെ പോയി ഇവർ ഇങ്ങനെ കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതാണ് നഗര സങ്കീർത്തനം. അപ്പോൾ നഗര കീർത്തനം എന്ന് പറയുമ്പോൾ നഗരത്തിലൂടെ പാടിക്കൊണ്ടുള്ള കീർത്തനം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ നമസ്കരിക്കും, പൂവൊക്കെ കൊടുക്കും, തിരികത്തിക്കും. പിന്നെ അങ്ങനെ നിർബന്ധമില്ല, ചെയ്യുന്നവർ ചെയ്യും, അല്ലാത്തവർ ഇല്ല, ഇങ്ങനെ ഒന്ന് നമസ്കരിച്ചിട്ട് പോകും. ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും ചെയ്യണമെന്നാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളും ആണുങ്ങളൊക്കെ പോകുന്നുണ്ട്, ലേഡീസ് ആരും പോവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഇവർ ഈ കളറ് കണ്ടോ, ഈ കളർ ഇങ്ങനെ ഫേസിലൊക്കെ ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടും കളർ. ഇപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് തേക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു പയ്യനാണ്. എല്ലാവരും ഇങ്ങനെ കളറും പിടിച്ച് ഈ ഹോളി ദിനത്തിൽ ഇങ്ങനെ കളറൊക്കെ തേക്കുന്നില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ദിവസം തന്നെയാണ് ഇവർക്ക്. ഇന്നത്തെ ദിവസം ഇവരെല്ലാം കളറെല്ലാം തേച്ച് ഇങ്ങനെ നഗരം ഫുള്ള് കറങ്ങി വന്നിട്ട് പിന്നെ ഭഗവാനെ അവിടെ വെച്ചിട്ട് ഇവർ പുഴയിൽ പോകും. പുഴയിൽ പോയി കുളിച്ച് വന്നിട്ട് എല്ലാവർക്കും ഫുഡ്. അപ്പോൾ ഒരു ഭാഗത്ത് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഈ ഗ്രാമം ഫുൾ, ഒരാൾ പോലും വിടാതെ ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും ഭക്ഷണമാണ്. വരാത്തവർ, ഇവിടെ അമ്പലത്തിൽ വരാത്തവർക്ക് വീട്ടിലേക്ക് പാർസൽ കൊടുക്കും. വലിയൊരു ഉത്സവം തന്നെയാണ്. പടക്കം പൊട്ടിക്കലും, ഇതവിടെ നമ്മുടെ ഇപ്പുറത്ത് പടക്കം പൊട്ടിക്കുന്നുണ്ട്. പടക്കം പൊട്ടിക്കലും കളറും ഇങ്ങോട്ടും ഇടയിൽ എല്ലാവരും പുഴയിലേക്ക് ഇതെല്ലാവരും കളർ തേച്ചിട്ടുണ്ട്. കളർ തേച്ച് ഇന്നത്തെ ദിവസം ഫുള്ള് ഇവർ കറക്കാണ്. കുറച്ച് സമയമൊന്നുമല്ല, ഒരുപാട് സമയം ഇന്നത്തെ ദിവസം ഫുള്ള് ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണ്. കാരണം ഇതുപോലെ കീർത്തനം ചെണ്ടയൊക്കെ മുട്ടി, പൂവ് കുറേ കിലോ കണക്കിന് പൂവ് വാങ്ങിയിട്ടുണ്ടാവും. പൂവെല്ലാം എറിഞ്ഞ് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടാവും, ചോക്ലേറ്റ് റോട്ടിലേക്ക് എറിഞ്ഞ്, അങ്ങനെ ഇവരൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഉത്സവമാണിന്ന്. എല്ലാവരും പോവുകയാണ്. ഇങ്ങനെ നഗരം ഫുള്ള് കറങ്ങിയിട്ട് പുഴയിൽ കുളിച്ചിട്ട് വരും. പുഴയിൽ കുളിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കാണുന്നത്. എന്നിട്ട് ഇവിടെ ഭഗവാനെയും എടുത്തിട്ടാണ് പോവുകയാണ് പുഴയിലേക്ക്. കൊണ്ടുപോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്രാഹ്മണന്മാർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും, അതിനൊക്കെ അവർ ആൻസർ പറയുന്നു. അങ്ങനെയൊക്കെ ഒരു ചെറിയ ചടങ്ങുകളാണ്. അപ്പോൾ അതവിടെ ചോദിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. അവർക്ക് ഓരോ ചിട്ടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഫ്രണ്ട് ഭാഗമാണ്. എന്നിട്ട് വീണ്ടും എല്ലാവരും വന്നിട്ട് 3 പ്രാവശ്യം വലം വെക്കും. ആ മണ്ഡപത്തിൻ്റെ ചുറ്റും വലം വെക്കുന്നതാണ്. പൂവും അരിയൊക്കെ ഇട്ട് കീർത്തനം ചൊല്ലി ഓരോ പാട്ടൊക്കെ പാടിയിട്ട് അവരിങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ വലം വെച്ചിട്ട് വീണ്ടും വന്നിട്ട് ദൈവത്തിന് റൂമിൻ്റെ ഉള്ളിൽ, അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തും.
അപ്പോൾ ഇവരുടെ അഷ്ടപ്രഹരി കഴിയും. അഷ്ടപ്രഹരി എന്നാണ് ഒറിജിനൽ, പക്ഷെ നമ്മൾ ഇവിടെ പറയുമ്പോൾ അഷ്ടപരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അഷ്ടപരി എന്നാണ് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അഷ്ടപ്രഹരി എന്നാണ്. ഇവർ ഇതുപോലെ വലം വെച്ചിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ചടങ്ങുണ്ട് കേട്ടോ, അതാണ് കാണേണ്ട പൂരം മക്കളെ. ഇവർ ഈ കളറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചിട്ട് ഇപ്പോൾ ഈ ഭഗവാനെ ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന ഒരാളുണ്ടല്ലോ, അയാൾ 3 ദിവസം ഇവിടെ വ്രതം എടുത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ അമ്പലത്തിൽ നിന്ന് തന്നെ കഴിച്ച് അമ്പലത്തിൽ തന്നെ കിടന്ന് 3 ദിവസം അയാൾ ഒരു ഈ കർമ്മമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചരടൊക്കെ കെട്ടിയിട്ട് ഇതാ ഈ പറയുന്ന ആൾ, ഈ പൂവ് കെട്ടിയിട്ട് പോകുന്നില്ലേ ആ ആൾ. അപ്പോൾ എല്ലാ വർഷവും അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് പക്ഷേ വ്രതം എടുത്ത് അമ്പലത്തിൽ തന്നെ നിൽക്കണം. അപ്പോൾ ആ ചേട്ടനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് അവരുടെ ഒരു കീർത്തനം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ വലം വെച്ച് വന്നിട്ട് ആ മൺകുടത്തിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ മോതിരം, പൈസ, അങ്ങനെ എന്തൊക്കെയോ കുറേ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആർക്കാണോ അത് ആ മൺകുടം ഇപ്പോൾ ഉടയ്ക്കും. അത് ഉടയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ പൈസയോ അതിൽ നിന്ന് എന്ത് ശങ്കൊക്കെ ഉണ്ടാവും, ആർക്കതെന്ത് കിട്ടിയാലും അത് ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിപിടികളാണ് മക്കളെ. ഇതിപ്പോൾ കണ്ടു നോക്കണം. ആ മൺകുടം അങ്ങ് ഉടച്ചിട്ട് താഴെ വീഴും, എല്ലാം ചെതറിപ്പോവും. അപ്പോൾ അപ്പം നടക്കുന്ന ഒരു സീനാണ് ഞാൻ കാണിച്ചു തരാം, കുറച്ചൊന്ന് കാണട്ടോ. ഇവർ ഓരോ പാട്ട് പാടിയിട്ടാണ് ഇത് നൃത്തം ചെയ്യുന്നത് കേട്ടോ. തുള്ളി കളിച്ച് ആടി കുട്ടികൾക്കൊക്കെ ഭയങ്കര രസം. ആ മൺകുടം ഉടയ്ക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ മേത്തേക്ക് ഒഴിച്ച് എല്ലാവരും ആ മൺകുടം എടുത്തിട്ടുള്ള ആൾ താഴെ വീഴുമ്പോൾ വെള്ളം നിറയെ ഒഴിക്കും. കളറ് വെള്ളം ഒഴിച്ചിട്ട് ആ ചേട്ടൻ്റെ പുറത്തായിരിക്കും എല്ലാവരും കിടക്കുന്നത്. നോക്കി ഇപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. অষ্টপ্রহরী করতে হবে, অষ্টপ্রহরী আজ অভিনন্দন হইবার কথা। ধন্য সচল ধন্য জীবন ধন্য তুম পিতা মাতা সে ধন্য তুমি হরিছ রঘুনন্দন കണ്ടില്ലേ ഇവരുടെ കളികൾ? ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. വിശ്വാസം, അങ്ങേയറ്റം വിശ്വാസം, അങ്ങേയറ്റത്തെ ഭക്തി എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഇവരുടെ ഈ അഷ്ടപരി തീരുമ്പോൾ
ഇവർ വെള്ളത്തിൽ മറിഞ്ഞ് കളിച്ച് ആ വെള്ളം ഒന്ന് ശരീരത്തിൽ തൊടണം. അത് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന. ഇത്രയും 28 മണിക്കൂർ നിർത്താതെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ആ വെള്ളം എല്ലാവരും തൊടണം. അതിലൊരു ശക്തിയുണ്ട്, പവറുണ്ട് എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. അതിൽ മറിഞ്ഞ് കുളിച്ച് ഇപ്പം എല്ലാവരും കൂടി പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ വെള്ളം ഒഴിക്കലും കളറ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പുഴയിൽ പോയി കുളിച്ച് വന്നതിന് ശേഷമാണ് എല്ലാവർക്കുമുള്ള ഫുഡ് അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. എല്ലാ ഐറ്റവും ഉണ്ടാവും. ഐറ്റം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ കേട്ടോ, കാരണം അമ്പലത്തിലെ പരിപാടിയാണല്ലോ വെജ്. അപ്പോൾ പായസം, ചോറ്, കൂട്ടുകറി, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു സദ്യയായിരിക്കും ഇന്ന്. അപ്പോൾ അഷ്ടപരി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഉത്സവം, ഈ അഷ്ടപരി തീരെ കണ്ടോ, ആ ചേച്ചി വെള്ളം കൊണ്ടുവന്നിട്ട് കുടഞ്ഞത് ആ മോൻ്റെ തലയിൽ, ആ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവർ വെള്ളം കൊണ്ടുവന്ന് കുടയും. എനിക്ക് മോൻ വേഗം കൊണ്ടുവന്ന് ഒരു ഇച്ചിരി വെള്ളം കൊണ്ട് തന്നു. അപ്പോൾ എല്ലാവരും ആ വെള്ളം ഇങ്ങനെ തലയിൽ കുടയും, മക്കളുടെയൊക്കെ തലയിൽ ഇങ്ങനെ കുടയും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അവരുടെ ഒരു വിശ്വാസമാണ്. ആ വെള്ളം കുടഞ്ഞൊരു ഭക്തി, നമ്മുടെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കുടയും. എല്ലാവരും ഇവരൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് മറിയായിരുന്നു. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടഞ്ഞ് അവരുടെ ഒരു ഉത്സവമാണ് അഷ്ടപരി എന്ന് പറഞ്ഞാൽ. അവരുടെ ഒരു ഉത്സവം തന്നെയാണ്. ഇപ്പം ഇതാണ് അവരുടെ ഭക്തി. ഞാൻ പറഞ്ഞില്ലേ, ഒഡീഷയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ എല്ലാ വർഷവും ഇങ്ങനെ മുടങ്ങാതെ ഓരോരോ സംഗതികൾ. ഇപ്പോൾ അഷ്ടപരി, കുമാരപൂർണിമ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടില്ലേ. അപ്പം അതൊക്കെ ഇവിടുത്തെ ഓരോരോ ആചാരങ്ങളും ഇവരുടെ ഓരോ വിശ്വാസം, ഇവരുടെ ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇനിയും നല്ല നല്ല വീഡിയോകൾ ഒഡീഷയിലെ ഓരോരോ സംഭവങ്ങൾ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. എന്നിട്ട് അവരെല്ലാവരും കുളിച്ച് വന്ന് ഇപ്പോൾ ഇതെല്ലാവർക്കുമുള്ള ഫുഡ് എല്ലാവരും നമ്മുടെ റോട്ടിലിരുന്നും അവിടെ അമ്പലത്തിൻ്റെ പരിസരത്തും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഞാനത് കൂടി ഒന്ന് എടുത്തതാണ്. ഫുഡ് കഴിക്കുന്നത് എല്ലാവരും വരും ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഈ പരിപാടി, ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആവും കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണമാണ്, 4 മണിയൊക്കെ ആവും എല്ലാവരും കഴിച്ച് ഒക്കെ പോകുമ്പോൾ. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ബാക്കി വരുന്നത് അവരവരുടെ വീടുകളിലേക്ക് കൊടുക്കും. കാരണം അവർക്കിങ്ങനെ പിരിവ് 2000-1000 വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പേരെഴുതി വെച്ചിട്ട് അവർക്ക് വിളിച്ചിട്ട് അവർക്കുള്ള ഭക്ഷണം ബാക്കി വന്ന എല്ലാവർക്കും വീതം വെക്കലാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വർഷത്തെ അഷ്ടപരി കഴിഞ്ഞു. പിറ്റേന്ന് എല്ലാം പൊളിച്ച് അടുക്കി അവർ പോവുകയാണ്. ഇനിയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. താങ്ക് യു.